നമസ്കാരം. ഇത് സന്തോഷ് ലിംബസ് ആണ്. ഇന്ന് നമുക്ക് എന്താണ് പ്രകൃതി എന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമുക്ക് മുന്നിൽ കാണുന്നത് പ്രകൃതിയാണ്. നമുക്ക് മുന്നിൽ കാണുന്ന എല്ലാം പ്രകൃതിയാണ്. കാണാനോ കേൾക്കാനോ അറിയാനോ കഴിയുന്നതെല്ലാം പ്രകൃതിയാണ്. ഞാൻ എൻ്റെ മുന്നിൽ ഉള്ള വസ്തുക്കളെയും വസ്തുതകളെയും പ്രവർത്തനങ്ങളെയും കാണുമ്പോൾ അതിനെ പ്രകൃതിയാണെന്ന് പറയുമ്പോൾ ഞാനും അതിലൊരു ഭാഗമാണെന്നത് കൂടെ നാം അധികമായി ഓർക്കേണ്ടതുണ്ട്. അധികമായി ഓർക്കേണ്ടി വരുന്നത് അങ്ങനെ ഒരു ചിന്ത, ഞാനും പ്രകൃതിയാണെന്നുള്ള ചിന്ത നമുക്ക് ഇല്ലാതെ പോയി എന്നതുകൊണ്ടാണ്. അങ്ങനെ ഞാനടക്കം എൻ്റെ മുന്നിൽ കാണുന്നതെല്ലാം പ്രകൃതിയാണ്. കാണുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് അളക്കാൻ കഴിയുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ ഭൗതികമായി അളക്കാനോ തൊടാനോ ഒക്കെ കഴിയുന്നത് പ്രകൃതിയാണ്. അങ്ങനെയുള്ള ഒരു വസ്തുവിനെ ആ രൂപത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്, അതിനെ ആ രൂപത്തിൽ രൂപം കൊള്ളിച്ചിട്ടുള്ളത് എന്താണോ അത് പ്രകൃതിയാണ്. നമ്മൾ തൊടാനും ഒക്കെ കഴിയുന്നതിനെ ഭൗതികമെന്ന് വിളിക്കാം. തൊടാൻ കഴിയാതെ അതിനെ അങ്ങനെ സംഘടിപ്പിച്ച് ആ ഒരു പ്രതിഭാസമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ആത്മം, ആത്മീയത എന്നൊക്കെ പറയുന്നത്. നമുക്കിവിടെ പ്രതിഭാസം എന്ന് പേരിട്ട് വിളിക്കാം. അങ്ങനെയുള്ള ഒരു പ്രതിഭാസത്തെ, അതങ്ങനെ ആക്കി തീർത്ത ആ ഒരു പ്രതിഭാസം, അത് പ്രകൃതി അതിന് നൽകിയിട്ടുള്ള, പ്രകൃതി നാം കാണുന്ന എന്തോ ആ ഒരു സത്തയ്ക്ക് നൽകിയിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ആ സത്തയിൽ തന്നെ അതിനെ സ്വയം പ്രവർത്തിപ്പിക്കാനുള്ള ഒരു പ്രവർത്തന സംവിധാനം അടങ്ങിയിട്ടുണ്ടാകും. അതിനെ നമുക്ക് മനസ്സെന്ന് വിളിക്കാം. അങ്ങനെ ഒരു പ്രത്യേക രൂപമുണ്ടാവുകയും ആ രൂപത്തിലായിത്തീരുകയും അത് ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ ഒരു സത്ത ഇവിടെ മറ്റുള്ളവയുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ജ്ഞാനീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജ്ഞാനമെന്ന് പറയുന്നത്. അങ്ങനെ അതിനെ പ്രവർത്തിപ്പിക്കാനായിട്ട് അതിനകത്ത് നിൽക്കുന്ന ഒരു പ്രത്യേക ശക്തിയുണ്ട്. ശക്തി എന്നുള്ളതിനേക്കാളും അന്യോന്യക്രിയ, ഇന്ററാക്ഷൻ എന്നൊക്കെ നമുക്കതിനെ വിളിക്കാം. അതിനെയാണ് ചൈതന്യം എന്ന് പറയുക. അപ്പോൾ നമ്മളൊരു വസ്തുവിനെ എടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് എൻ്റെ ശരീരത്തെ എടുക്കുകയാണെങ്കിൽ, എൻ്റെ ശരീരത്തിൻ്റെ നിങ്ങൾ കാണുന്ന രൂപം എന്ന് പറയുന്നതാണ് എൻ്റെ ഭൗതിക ഭാവം. എന്നെ ഇത്തരത്തിൽ ഒരു സൈഗോട്ടിൽ നിന്നും ഇവിടെ വരെ എത്തിച്ച ആ ഒരു പ്രതിഭാസമാണ് എൻ്റെ ആത്മീയം അല്ലെങ്കിൽ ആത്മം എന്ന് പറയുന്നത്. അതിനെ വളരെ എളുപ്പത്തിൽ ആദ്യം ശരീരം എന്ന് പറഞ്ഞതുപോലെ ജീവൻ എന്ന് പറയാം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഈ ജീവനും വെച്ച്, ഈ ശരീരവും വെച്ച് എങ്ങനെയാണോ ഞാൻ പ്രവർത്തിച്ചു മുൻപോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്ന, എൻ്റെ പ്രവർത്തനം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ആ സംവിധാനത്തെയാണ് എൻ്റെ മനസ്സെന്ന് പറയുന്നത്. അതുപോലെ എൻ്റെ ചുറ്റുപാടുമായി ഞാൻ എങ്ങനെ പൊരുത്തപ്പെടുന്നു, എങ്ങനെ പൊരുത്തപ്പെടണം, പൊരുത്തപ്പെടാനുള്ള എൻ്റെ ശേഷി, ജന്മസിദ്ധമായിട്ട് എനിക്ക് കിട്ടിയ ശേഷി, ജനിച്ചതിന് ശേഷം ഞാൻ വളർത്തിയെടുത്ത, നേടിയെടുത്ത ശേഷി, അതിനെയാണ് ജ്ഞാനമെന്ന് പറയുക. ഇതിനെയെല്ലാം ചലിപ്പിക്കാൻ പാകത്തിൽ എന്നിൽ അന്തർലീനമായിരിക്കുന്ന ശക്തി, ചൈതന്യം, അതിനെയാണ് എൻ്റെ ഊർജം, ബലം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭൗതികവും ആത്മീയവും മാനസികവും ജ്ഞാനീയവും ചൈതന്യപരവും ആയ 5 കാര്യങ്ങൾ ഒരുമിച്ച് ചേരുന്നതാണ് ഞാനെന്ന സത്ത. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കൾക്കും വസ്തുതകൾക്കും ഈ 5 മുഖങ്ങളുണ്ട്. ഇതിൽ ഭൗതികമായതു മാത്രമാണ് പ്രകൃതി എന്ന് കരുതുമ്പോൾ, മറ്റുള്ളവയെ നമ്മൾ കാണാതെ പോകുമ്പോൾ ആ കാണുന്ന പ്രകൃതി എന്നുള്ളത് അപൂർണമാണ്. ഭൗതികമായതോ ആത്മീയമായതോ മാനസികമായതോ ജ്ഞാനീയമായതോ ചൈതന്യമായതോ മാത്രമല്ല പ്രകൃതി, ഇവ 5ഉം ചേർന്നതാണ്. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് ഭൗതികവും ആത്മീയവും മാനസികവും ജ്ഞാനീയവും ചൈതന്യപരവുമായ 5ഉം കൂടെ ചേർന്ന ഒരു ഏകത്വമാണ്.
നാം കാണുന്ന ഏതൊരു വസ്തുവാണെങ്കിലും വസ്തുതയാണെങ്കിലും അത് അതുമാത്രമല്ല, നാം കാണുന്നത് മാത്രമല്ല എന്നൊരു സത്യമുണ്ട്. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തെ വെച്ചിട്ട് അതൊരു മനുഷ്യനാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അയാൾ ഒരുപക്ഷെ ഒരു ഗായകനായേക്കാം, അയാൾ ഒരുപക്ഷെ അതീവ കരുണയുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് ഒരുപാട് നേതൃത്വ ഗുണങ്ങളുള്ള ആളായിരിക്കാം. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ആ ശരീരത്തെ വെച്ച് നമുക്ക് അളക്കാൻ കഴിയുന്നതല്ല. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു, ആ വസ്തുവിന്റെ ഘടകങ്ങളെല്ലാം കൂടെ ചേർന്നതിനേക്കാളും കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് ഒരു സൈക്കിളിന്റെ ഘടകഭാഗങ്ങളെല്ലാം ഒരു കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചൊരിടത്ത് കൂട്ടിവെച്ചാൽ അത് സൈക്കിൾ ആവില്ല. അത് സവിശേഷമായ രീതിയിൽ ഘടിപ്പിക്കണം. അങ്ങനെ ഘടിപ്പിക്കുമ്പോൾ ഈ സൈക്കിളിന്റെ ഘടകഭാഗങ്ങളെല്ലാം കൂടെ ചേർന്നതിനേക്കാളും കൂടുതലായിരിക്കും അതിന്റെ ഗുണം. സൈക്കിളിനെ നമുക്ക് ചവിട്ടാനാകും, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാകും, അതിന്റെ മുകളിൽ ലോഡ് വെച്ച് കൊണ്ടുപോകാനാകും. അത് ചില പ്രത്യേക സ്വഭാവങ്ങൾ കാണിക്കും. അങ്ങനെ അതിന്റെ ഭൗതികമായ ഭാവങ്ങളെല്ലാം കൂടെ ചേർന്നതിലും കൂടുതലായിരിക്കുന്നതിനെയാണ് വ്യവസ്ഥ എന്ന് പറയുക. പ്രകൃതിയിൽ വസ്തുക്കളില്ല, വെറും ഭൗതിക വസ്തുക്കൾ മാത്രമായി ഇല്ല, എല്ലാം വ്യവസ്ഥകളാണ് എന്നാണ് വ്യവസ്ഥാ നിയമം പറയുന്നത്. അപ്പോൾ വ്യവസ്ഥാരൂപത്തിലായിരിക്കും പ്രകൃതിയിലെ എല്ലാ സത്തകളും. അപ്പോൾ ഈ സത്തകൾ എല്ലാം പ്രവർത്തിക്കുന്നത് ചില പ്രത്യേക നിയമങ്ങളെ ആധാരമാക്കിയാണ്. ഇതിനെ വ്യവസ്ഥാ നിയമങ്ങൾ എന്ന് പറയാം, വ്യവസ്ഥാ വിന്യാസങ്ങൾ എന്ന് പറയാം. അതിൽ പ്രധാനമായി മനസ്സിലാക്കേണ്ട വിന്യാസം എന്ന് പറയുന്നത് കൂടായ വിന്യാസം എന്നുള്ളതാണ്. പ്രപഞ്ചം എന്നുള്ളൊരു മഹാവ്യവസ്ഥയ്ക്കകത്ത് നമുക്കറിയാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ആകാശഗംഗയും അതിനകത്ത് സൗരയൂഥവും അതിൻ്റെ അകത്ത് ഭൂമിയും അതിൻ്റെ അകത്ത് മനുഷ്യരാശിയും അതിൻ്റെ അകത്ത് ഞാൻ എന്ന മനുഷ്യനും എൻ്റെ അകത്ത് എൻ്റെ അവയവങ്ങളും അതിനകത്ത് എൻ്റെ കോശങ്ങളും അതിനകത്ത് കോശാന്തര ദ്രവങ്ങളും അതിനകത്ത് മൂലകങ്ങളും അങ്ങനെ പോകുന്ന കൂടുകൾക്കകത്ത് കൂടുകളായി പ്രപഞ്ചം എന്ന കൂട്, സൗരയൂഥം എന്ന കൂട്, ഭൂമി എന്ന കൂട്, ഞാനെന്ന കൂട്, കോശം എന്ന കൂട്, കോശാന്തര ദ്രവം എന്ന കൂട്, മൂലകങ്ങൾ എന്ന കൂട്, ഇങ്ങനെ കൂടുകൾക്കകത്ത് കൂടുകളായിട്ടാണ് വ്യവസ്ഥകളെല്ലാം തന്നെ വിന്യസിച്ചിട്ടുണ്ടാവുക. ഈ വ്യവസ്ഥകളുടെ മറ്റൊരു സ്വഭാവം എന്ന് പറയുന്നത് അതിന് ചാക്രിക സ്വഭാവം ഉണ്ടായിരിക്കും. ഒരു ചക്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു, ഉച്ഛ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം കഴിച്ച് തൃപ്തിയാകുന്നു, മതിയാകുന്നു. അതിനുശേഷം കുറെ നേരം കഴിയുമ്പോൾ വീണ്ടും ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു. ഞാൻ ഉണരുന്നു, അത് കഴിഞ്ഞ് കുറെ മണിക്കൂറുകൾ പ്രവർത്തിച്ചു കഴിയുമ്പോൾ എനിക്ക് ഉറങ്ങാൻ തോന്നുന്നു. അപ്പോൾ എനിക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചാക്രികമായ സ്വഭാവങ്ങൾ പോലെ തന്നെ എന്നെ ഉൾക്കൊണ്ടിട്ടുള്ള കൂടായ ഭൂമിക്കുമുണ്ട്. ദിനരാത്രങ്ങളുണ്ട്, വാർഷിക ചക്രങ്ങളുണ്ട്. ഇതുപോലെയുള്ള ചാക്രിക സ്വഭാവം ഏത് വ്യവസ്ഥയ്ക്കും ഉണ്ടായിരിക്കും. ഈ വ്യവസ്ഥകളെല്ലാം തന്നെ മറ്റു വ്യവസ്ഥകൾക്കിടയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ വിന്യാസം, ഒഴുക്കായ വിന്യാസം. എല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒഴുകുന്നവയും ഒഴുക്കപ്പെടുന്നവയും എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വലയായ വിന്യാസം അല്ലെങ്കിൽ ജാലികാ വിന്യാസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ അകത്തുള്ള ഒരു കോശവും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിനകത്തെ ഒരു കോശവും നമ്മൾ രണ്ടുപേരുമായി യാതൊരു ബന്ധവുമില്ലാതെ അപ്പുറത്തെ മണ്ണിൽ കിടക്കുന്ന ഒരു സൂക്ഷ്മജീവിയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ ആ സൂക്ഷ്മജീവിക്ക് കഴിയില്ല. എനിക്ക് നിങ്ങളോട് ഇപ്പോൾ സംവദിക്കാൻ കഴിയില്ല. നമ്മളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ എല്ലാം സംഭവിച്ചു പോകുന്നത്. അല്ലാതെ ഇത് കേവല യാദർച്ഛികതയല്ല. അതാണ് വലയായ വിന്യാസം എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടാകുന്ന എല്ലാ വ്യവസ്ഥകളും വികസിക്കുന്നു. വികസിക്കുക എന്നുള്ളത് ഒരു പ്രവർത്തിക്കുന്ന വ്യവസ്ഥയുടെ സ്വഭാവമാണ്. എല്ലാം വികസിക്കും. എന്നാൽ എല്ലാം വികസിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും എല്ലാം തമ്മിൽ കൂട്ടുമുട്ടും. ഒരു വലിയ കൂടിന്റെ അകത്ത് ഉള്ളവയെല്ലാം വികസിക്കാൻ ഒരുങ്ങിയാൽ അവയെല്ലാം തമ്മിൽ കൂട്ടുമുട്ടും. പിന്നീട് വളർച്ച ബുദ്ധിമുട്ടാകും. എല്ലാ മനുഷ്യരും വികസിച്ച് ശരീരം വളർന്നുകൊണ്ടിരുന്നാൽ ഭൂമി എന്ന ഗ്രഹത്തിനകത്ത് നമുക്ക് സ്ഥലമുണ്ടാകില്ല തന്നെ. അപ്പോൾ ഭൂമി തന്നെ വീർപ്പുമുട്ടും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രകൃതി ഒരുക്കിയിട്ടുള്ള മറ്റൊരു സംവിധാനമാണ്
ഈ വികാസ വിന്യാസത്തിന്റെ ഉപസംവിധാനമാണ് വളർച്ചാ പരിധി അഥവാ സൈസ് റൈറ്റ്നെസ് എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ മുകളിലായിട്ട് വ്യവസ്ഥാ നിയമത്തിലെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള നിയമം എപ്പോഴും ഇത് ചലനപരമായി തുലനം ചെയ്തുകൊണ്ടിരിക്കും അഥവാ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. റെസിലിയൻസ് പാറ്റേൺ അഥവാ തുലനതാ വിന്യാസം എന്നാണ് ഇതിനെ വിളിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ അതിനെ പഴയപടി കൂട്ടി യോജിപ്പിക്കാൻ ശരീരത്തിന് കഴിയും. നിങ്ങൾ മുറ്റത്ത് പുല്ലെല്ലാം വെട്ടി നീക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ കുറച്ചു നാളുകൾക്കുള്ളിൽ അവിടെ പുല്ല് വളരും, അത് മൂടപ്പെടും. ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ടുള്ള വെള്ളം തിളയ്ക്കുന്നത് പോലെ തന്നെ തീ കെടുത്തിയാൽ അത് പഴയപടിയായിത്തീരും. ഇത് തുലനതാ വിന്യാസം കൊണ്ടാണ്. അങ്ങനെ കൂടുകളായിട്ടുള്ള വിന്യാസവും ചാക്രികമായ വിന്യാസവും ഒഴുക്കായ വിന്യാസവും വലയായ വിന്യാസവും വികാസ വിന്യാസവും തുലനതാ വിന്യാസവും ചേർന്ന് ആണ് വ്യവസ്ഥകളെല്ലാം പ്രവർത്തിക്കുന്നത്. ഇവയെ ആധാരമാക്കിയാണ് നമ്മൾ പ്രകൃതിയുടെ പ്രവർത്തനങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണ പ്രകൃതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ വിവരിക്കുന്നത് പോലെ മരവും ചെടിയും പുഴയും പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെന്ന് നാം കരുതി ബ്രാക്കറ്റിലിട്ട് വെച്ചിട്ടുള്ളവ മാത്രമല്ല പ്രകൃതി. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ പ്രകൃതിയാണ്. ഞാൻ പറയുന്ന ഈ വാക്കുകൾ പ്രകൃതിയാണ്. ഞാൻ പറയുന്ന ആശയങ്ങൾ പ്രകൃതിയാണ്. നമ്മെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉപകരണങ്ങളും പണവും ആശയവും എല്ലാം പ്രകൃതി തന്നെയാണ്. പ്രകൃതിയിൽ നിന്നും വേറിട്ട ഒന്ന് പ്രപഞ്ചത്തിനകത്തില്ല. അപ്പോൾ എല്ലാം പ്രകൃതിയായിരിക്കുമ്പോൾ, എല്ലാം പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടാണ് നിൽക്കുന്നത് എന്നുള്ളപ്പോൾ പ്രകൃതിയുടെ അടിസ്ഥാന നിയമങ്ങളെ ബോധ്യപ്പെട്ടുകൊണ്ട് മാത്രമേ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അതിനിടയിലെ ഏതെങ്കിലും ഒരു കൂട് മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ടുണ്ടാക്കിയ കുറച്ച് നിയമങ്ങളെ മുൻപോട്ട് വെച്ചിട്ട് പ്രകൃതിയുടെ മൊത്തത്തിലുള്ള നിയമങ്ങളല്ല, മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങൾ മാത്രമാണ് ശരി എന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായും പ്രകൃതിയുടെ നിയമങ്ങൾ മനുഷ്യന്റെ നിയമങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കപ്പെടും. അത്തരം അടിച്ചേൽപ്പിക്കലുകൾ പലതവണ വന്നെങ്കിലും നാം മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കാനുള്ള ഒരു അവസരത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഈ അടിസ്ഥാന നിയമങ്ങളെ നമ്മൾ ബോധ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് ജീവിതത്തെ ശരിയാം വിധം മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളൂ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്കിടയിൽ നിന്നും പ്രകൃതിയുടെ ഘടനയെക്കുറിച്ചും അതിൻ്റെ വിന്യാസത്തെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനപരമായ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ സൂചിപ്പിച്ചു. പക്ഷേ പ്രകൃതിയുടെ നിയമങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കൂടുതൽ കാലം ഈ ഒരു വഴി യാത്ര ചെയ്യുകയും ചിന്തിക്കുകയും അറിയുകയും അനുഭവിക്കുകയും വേണം. അത്തരമൊരു അറിവിലൂടെ നിങ്ങൾക്ക് ഒരു ശുഭമായ യാത്രയുണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. പ്രകൃതിയുടെ നിയമങ്ങളെക്കുറിച്ചുള്ള വിസ്തൃതമായ പാഠങ്ങളിലേക്ക്, ഒളിമ്പസിന്റെ വഴിയിലേക്ക്, ക്യൂലൈഫിന്റെ പരിശീലനങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സന്തോഷം. നന്ദി. നമസ്കാരം.